ഹായ് കൂട്ടുകാരെ, നാരായണത്ത് ഭ്രാന്തൻ എന്നൊരാളെ പറ്റി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് നാരായണത്ത് ഭ്രാന്തന്റെ കഥ കേട്ടാലോ? അങ്ങ് കേരളത്തിൽ വളരെ പണ്ട് നാരായണത്ത് ഭ്രാന്തൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. വരരുചി എന്ന ബ്രാഹ്മണന് ഒരു പറയിലുണ്ടായ 12 മക്കളിൽ ഒരാളായിരുന്നു നാരായണത്ത് ഭ്രാന്തൻ. ഒരിക്കൽ തന്റെ പിറന്നാളിന് തന്റെ സുഹൃത്തുക്കൾക്കൊരു സദ്യ കൊടുക്കാൻ അദ്ദേഹം നിശ്ചയിച്ചു. പക്ഷേ അതിനു മാത്രമുള്ള പാത്രങ്ങൾ ഒന്നുമില്ലായിരുന്നതുകൊണ്ട് അയൽവക്കത്ത് നിന്ന് കുറെ ഉരുളികളും ചെമ്പും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സദ്യ കഴിച്ചു. സദ്യ കഴിഞ്ഞ് പാത്രങ്ങൾ മടക്കി കിട്ടാഞ്ഞ് അയൽവക്കക്കാർ നീരസം പ്രകടിപ്പിച്ചു. അപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, പാത്രങ്ങളെല്ലാം സുരക്ഷിതമായി എൻ്റെ കൈവശമുണ്ട്, ഉടനെ തന്നെ മടക്കി തന്നേക്കാം. 2 ദിവസം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം മടക്കി നൽകി. ഓരോ പാത്രത്തിൻ്റെയും ഒപ്പം ഓരോ ചെറിയ പാത്രവും മടക്കി നൽകി. എന്നിട്ട് അയൽക്കാരോട് പറഞ്ഞു, എൻ്റെ പത്തായത്തിന് ഒരു അത്ഭുത ശക്തിയുണ്ട്. അതിൽ സൂക്ഷിച്ച പാത്രങ്ങൾ എപ്പോഴും ഇരട്ടിക്കും. പാത്രങ്ങൾ എൻ്റേതല്ല, അപ്പോൾ അവരുടെ കുട്ടികളും എൻ്റേതല്ല. അതിനാൽ അവയും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അയൽക്കാർക്കൊക്കെ അത് കേട്ടപ്പോൾ ബഹു സന്തോഷമായി. കുറേ മാസങ്ങൾ കഴിഞ്ഞ് അച്ഛൻ്റെ ശ്രാദ്ധമൂട്ടാൻ നാരായണത്ത് ഭ്രാന്തൻ വീണ്ടും പാത്രങ്ങൾ ചോദിച്ചു. ഇത്തവണ എല്ലാ അയൽക്കാരും മത്സരിച്ചാണ് പാത്രങ്ങൾ കൊടുത്തത്. സദ്യ കഴിഞ്ഞപ്പോൾ രഹസ്യമായി അദ്ദേഹം ആ പാത്രങ്ങളെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ധാരാളം പൈസ കിട്ടി. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അയൽക്കാർ പാത്രങ്ങൾ തിരികെ ചോദിച്ചു. നാരായണത്ത് ഭ്രാന്തൻ കൈമലർത്തി കാണിച്ചു, എൻ്റെ പത്തായത്തിൽ സൂക്ഷിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴവിടെ ഒന്നുമില്ല. ആൾക്കാർ കേസ് കൊടുത്തു. നാരായണത്ത് ഭ്രാന്തൻ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, ഈ കേസ് കൊടുത്തവർക്കൊക്കെ പത്തായം ഒരു കുഞ്ഞു പാത്രം കൊടുത്തപ്പോൾ സന്തോഷമായിരുന്നു. 2ാമത്തെ തവണ എല്ലാ പാത്രങ്ങളും മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. പത്തായം പെറ്റു എന്ന് വിശ്വസിച്ചവർ പാത്രങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാലും വിശ്വസിക്കണ്ടേ? അത് കേട്ടപ്പോൾ മജിസ്ട്രേറ്റിന് അത് സത്യമാണെന്ന് മനസ്സിലായി. മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അത്യാഗ്രഹം എപ്പോഴും ആപത്ത് വിളിച്ചു വരുത്തും, അല്ലേ കൂട്ടുകാരെ?